ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രെൻബലോണെ പറ്റിയാണ്. അപ്പോൾ ട്രെൻബലോൺ എന്താണ്, ട്രെൻബലോണിന്റെ സൈക്കിൾ എങ്ങനെയാണ്, അതുപോലെ ട്രെൻബലോണിന്റെ ബെനിഫിറ്റ്സ്, സൈഡ് എഫക്ട്സ്. ട്രെൻബലോൺ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1960-70 കാലഘട്ടത്തിൽ കാറ്റിൽസിന് മസിൽ ഗെയിൻ ചെയ്യുക എന്നുള്ള, ലീനായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഡ്രഗാണ് ഈ ട്രെൻബലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻബലോൺ അതിനുശേഷം 1980 കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും മസിൽ വേസ്റ്റിംഗ് ഡിസീസസിനൊക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്തു. എനിക്ക് തോന്നുന്ന ഫ്രാൻസിലാണെന്ന് തോന്നുന്നു. അവരത് അതിനുവേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ 1990 ഒക്കെ ആയപ്പോഴത്തേക്കും പരിപാടി ശരിയാവില്ല എന്ന് വിചാരിച്ച് അവർ വിഡ്രോ ചെയ്തു. പക്ഷേ ഈ 1980 കാലഘട്ടത്തിൽ തന്നെ ബോഡി ബിൽഡിങ്ങിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ആൾക്കാർ മനസ്സിലാക്കി. സോ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങി. അന്ന് തൊട്ടേ കോണ്ടസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കട്ടിങ് ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു കിങ് ഓഫ് ദി അനബോളിക് സ്റ്റെറോയിഡ്സ് എന്നുള്ള ലെവലിലേക്ക് എത്തിയ, ഇന്നും ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന, ഏറ്റവും കൂടുതൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടും അതിനനുസരിച്ച് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് എഫക്ട്സും തരുന്ന ഒരു അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ആണ് ട്രെൻബലോൺ. ട്രെൻബലോൺ 3 എസ്റ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ പ്രൊപ്പണേറ്റ്, എനന്തിനേറ്റ് അങ്ങനെ ഉള്ളതുപോലെ ട്രെൻബലോണ് 3 എസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ട്രെൻ എച്ച്, ഹെക്സാബോളൻ അല്ലെങ്കിൽ പാരാബോളൻ എന്നൊക്കെ അറിയപ്പെടുന്ന ട്രെൻ എച്ച്. ട്രെൻ എച്ചിന് ഏകദേശം ഒരു 8 ദിവസമൊക്കെയാണ് അതിന്റെ ഹാഫ് ലൈഫ് വരുന്നത്. സോ വീക്കിലി എല്ലാവരും ട്രെൻ എച്ച് യൂസ് ചെയ്യും. അത്യാവശ്യം 4000 മുതൽ 5000 രൂപയായിരിക്കും ഒരു 10 ml ട്രെൻ എച്ചിന് വില വരുന്നത്. പിന്നെ വരുന്നതാണ് ട്രെൻ എ. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ട്രെൻബലോണിന്റെ കോമ്പൗണ്ട് ട്രെൻ എ ആണ്, ട്രെൻ അസറ്റേറ്റ്. സോ ട്രെൻ എയ്സ് എന്നും ഇത് അറിയപ്പെടും. ഇതിന് ഷോർട്ട് ലൈഫ് ആണ്. സോ ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ട്രെൻബലോൺ ആണ്. ഏറ്റവും കൂടുതലും കോമ്പറ്റീഷൻ പ്രപ്പിന് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ഈ പറയുന്ന ട്രെൻ എ ആണ്. സോ ഇത് ഒരു 2 days ആയിരിക്കും ഇതിന്റെ ഹാഫ് ലൈഫ് വരുന്നത്. സോ അതനുസരിച്ച് ഓരോ ഡേ ഇടവിട്ടൊക്കെ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്ന ആൾക്കാർ ഇഞ്ചെക്ട് ചെയ്യും. ഉള്ളതിൽ വെച്ച് ഏറ്റവും ലോങ് ആക്ടിങ് ആയിട്ടുള്ള എസ്റ്റർ ആണ് ട്രെൻ ഇ അല്ലെങ്കിൽ ട്രെൻ എനന്തേറ്റ്. സോ ട്രെൻ എനന്തേറ്റ് ഏകദേശം ഒരു 10 മുതൽ 11 ദിവസം വരെയൊക്കെയാണ് ഇതിന്റെ ഹാഫ് ലൈഫ് വരുന്നത്. സോ ഇതും വീക്കിലേക്കാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ട്രെൻബലോണിന്റെ ബെനിഫിറ്റ്സിലേക്ക് നോക്കാം. ട്രെൻബലോൺ ഹൈ അനബോളിക് ആയിട്ടുള്ള ഒരു അനബോളിക് സ്റ്റിറോയിഡ് ആണ്. ഹൈ അനബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി അനബോളിക്കാണ്. നമ്മൾ ട്രെൻബലോണും അതിന്റെ ഒപ്പം തന്നെ IGF അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടല്ലോ, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റാക്ക് ആയിരിക്കും അത്. ഹൈപ്പർ പ്ലേഷ്യയ്ക്ക് വരെ ഒത്തിരി അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റാക്കാണ് ട്രെന്നും HGH ഒക്കെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുള്ള സ്റ്റാക്കുകൾ. പക്ഷേ സ്റ്റിൽ ഇത് ബൾക്കിങ്ങിന് വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ലോങ് ടൈമിലേക്കാണ് ബൾക്കിംഗ് സൈക്കിൾസ് വരുന്നത്. സോ അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഭയങ്കര കൂടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൂടുതലും ആൾക്കാർ കട്ടിങ് കോമ്പറ്റീഷൻ പ്രപ്പ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന് എക്സ്ട്രാ ബെനിഫിറ്റ്സും ഉണ്ട്. വേറെ ഒന്നുമല്ല, ട്രെൻ ഒരു ആന്റി കാറ്റബോളിക് ആയിട്ടുള്ള അനബോളിക് സ്റ്റിറോയിഡ് കൂടിയാണ്. സോ ട്രെൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും തന്നെ മസിൽ ലോസ് വരാതെ, ഈ കോമ്പറ്റീഷൻ പ്രിപ്പർ സമയത്ത് നമ്മൾ ഭയങ്കര കലോറി ഡെഫിസിറ്റിലേക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് കലോറി ഡെഫിസിറ്റിൽ മാക്സിമം മാസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പൗണ്ട് കൂടിയാണ് ഈ ട്രെൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ട്രെന്നിന് HGH കമ്പൈൻ ചെയ്തുകൊണ്ട് കോണ്ടസ്റ്റ് പ്രിപ്പിൽ ആണ് കൂടുതൽ ആൾക്കാർ സൈക്കിൾസ് ചെയ്യുന്നത്. സോ സൈക്കിൾസ് റിലേറ്റഡുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സ്ട്രെങ്ത് ആൻഡ് പെർഫോമൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ട്രെൻബലോൺ ബാക്കിയുള്ള പല സ്റ്റിറോയിഡ്സിനെക്കാളും ഒത്തിരി അധികം ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മസിലും ഗെയിൻ ആവും. സോ ഓഫ് കോഴ്സ് അത് വെച്ച് നമുക്ക് സ്ട്രെങ്തും പെർഫോമൻസ് നന്നായിട്ട് ഇൻക്രീസ് ആവും. പക്ഷെ കാർഡിയോവാസ്കുലർ ലെവലിൽ ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ട്രെൻ കുറച്ച് പുറകോട്ടാണ്. സോ പെർഫോമൻസ് സ്ട്രെങ്ത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫാറ്റ് ലോസ്. മറ്റുള്ള സ്റ്റിറോയിഡ്സിനെ അപേക്ഷിച്ച് ട്രെന്നിന് കുറച്ചുകൂടെ ഫാറ്റ് ലോസ് പ്രോപ്പർട്ടി കൂടുതലാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കോർട്ടിസോൾസിന്റെ ഇൻഹിബിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മസിൽ വേസ്റ്റിംഗ് ഒട്ടും ഉണ്ടാവില്ല. കട്ടിങ് ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. സോ മസിൽ ലോസ് ഒട്ടും ഉണ്ടാവാതെ നമുക്ക് മസിൽ മാസ് ബിൽഡ് ചെയ്യാനും ട്രെൻ ഹെൽപ്പ് ചെയ്യും. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫാറ്റ് ലോസിനെ ട്രെൻ ഹെൽപ്പ് ചെയ്യും. അതുമല്ല തെർമോജനിക് എഫക്റ്റും കൂടുതലാണ്. തെർമോജനിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും ട്രെൻ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്റ്റിറോയിഡ്സിനെ അപേക്ഷിച്ച്. സോ അതും ഫാറ്റ് ലോസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെറ്റബോളിസം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെ ഫാറ്റ് ലോസിൽ മറ്റ് സ്റ്റിറോയിഡ്സിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ ഒരു വേ ഓപ്പൺ ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ട്രെൻബലോൺ. ഓഫ് കോഴ്സ് ഫാറ്റ് ലോസ് വരുമ്പോഴത്തേക്കും ഒരു കോസ്മെറ്റിക് എഫക്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ബോഡി ഭയങ്കര ഷ്രെഡഡ് ലുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ മസിൽസ് നല്ല ഹാർഡ് ആൻഡ് ലുക്ക് ആയിരിക്കും.
അതുപോലെ തന്നെ വാട്ടർ റിട്ടൻഷനും ഭയങ്കര കുറവായിരിക്കും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രെൻ സത്യം പറഞ്ഞ ഒരു മോഡലിംഗ് ഫിസിക് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മെൻ ഫിസിക്, ക്ലാസിക് ഫിസിക് കാറ്റഗറിയിലുള്ള ആൾക്കാരെയൊക്കെ പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. ബട്ട് സ്റ്റിൽ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഒട്ടും സജസ്റ്റ് ചെയ്യാത്ത ഒരു കോമ്പൗണ്ട് കൂടിയാണ്. മറ്റ് അനബോളിക് സ്റ്റെറോയിഡ്സിനെ പോലെ തന്നെ ജോയിന്റ് ഹെൽത്തിനെയും ബോൺ ഹെൽത്തിനെയൊക്കെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. റിക്കവറിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് മസിൽ റിക്കവറി കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പ്രോട്ടീൻ സിന്തസിസ് ഇൻക്രീസ് ചെയ്യും. സെക്സ് ലൈഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ട്രെൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ വരാറുള്ളത്. ചില ആൾക്കാർക്ക്, വളരെ റെയർ കേസിലുള്ള ചില ആൾക്കാർക്ക് അവരുടെ സെക്ഷുവാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി പോകുന്നുണ്ട്. അതായത് നോർമൽ സെക്സ് ലൈഫിലേക്ക് ഉള്ള ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തോന്നുകയും ചില ആൾക്കാരെ ട്രാൻസിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുകയും ചില ആൾക്കാർക്ക് ഗേ സെക്സ് വരെ താല്പര്യം വരുന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കൈൻഡ് ഓഫ് രീതി നോക്കുമ്പോൾ സൈഡ് എഫക്ട്സ് കൂടെ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി സൈഡ് എഫക്ട്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു അനബോളിക് സ്റ്റെറോയിഡും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ നേരം സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ടെസ്റ്റിക്കുലാർ ലെവലിലുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ ഷട്ട് ഡൗൺ. അത് ട്രെൻഡ് യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകും. സോ അതിന്റെ ഭാഗമായിട്ട് സെക്സ് ഡ്രൈവ് കുറയും, ടെസ്റ്റിക്കിൾസ് ഷ്രിങ്കേജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി കുറയും. ദെൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ട്രെൻബലോൺ ഈ സംഭവം കുറച്ച് കൂടുതലാണ്. ലോങ് ടൈമിലേക്ക് സപ്രഷൻ വരാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ് ട്രെൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ TRT ഒക്കെ ചെയ്യാൻ വേണ്ടി ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ട്രെൻബലോൺ പോലുള്ള ഹോർമോൺസ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഗതിക്കേണ്ടി വരും. ഇനി കാർഡിയോ വാസ്കുലർ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ലിപ്പിഡ് പ്രൊഫൈലിൽ ഒത്തിരി അധികം ചേഞ്ചസ് വരും. സോ കൊളസ്ട്രോൾ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസസ് ഉണ്ട്, RBC ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കിഡ്നി ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഏതൊരു അനബോളിക് സ്റ്റെറോയിഡ്സിന്റെയും പ്രോബ്ലം ആണ് ലിവർ ടോക്സിസിറ്റി. സോ ട്രെൻഡ് ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ പോലും നമ്മുടെ ഓറൽ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പോലുള്ള ലിവർ ടോക്സിസിറ്റി ട്രെൻബലോൺ യൂസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. ഓൾറെഡി നെഫ്രോടോക്സിക് ആണെന്ന് പറഞ്ഞു. കിഡ്നിക്ക് BP കൂടുന്നതനുസരിച്ച് കിഡ്നിക്കുള്ള പ്രോബ്ലംസും കൂടും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊലാക്റ്റിന്റെ അളവ് ഒരു പ്രൊജസ്ട്രോൺ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അപ്പോൾ പ്രൊലാക്റ്റിൻ കൂടുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഗൈനക്കോമേഷ്യ, സെക്സ് ഡ്രൈവിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊരു സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഈസ്ട്രോജനിക് സൈഡ് എഫക്ട്സ് ഇല്ല, പക്ഷെ പ്രൊജസ്ട്രോണിന്റെ സൈഡ് എഫക്ട്സ് ആവശ്യത്തിലധികം തന്നെ ട്രെൻഡ് യൂസ് ചെയ്യുമ്പോഴേ വരാറുണ്ട്. പിന്നെ വരുന്ന ആൻഡ്രോജനിക് സൈഡ് എഫക്ട്സ് ആണ്. ആൻഡ്രോജനിക് സൈഡ് എഫക്ട്സ് വരുമ്പോൾ ആക്നെ, ഹെയർ ലോസ് അങ്ങനത്തെ ഇഷ്യൂസ് വരും. പിന്നെ വരുന്നതാണ് ന്യൂറോടോക്സിറ്റി. ട്രെൻബലോൺ ന്യൂറോടോക്സിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അൽഷിമേഴ്സ് ഒക്കെ പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് ട്രെൻഡ് യൂസ് ചെയ്യുന്ന, എസ്പെഷ്യലി ലോങ് ടൈമിലേക്ക് ട്രെൻഡ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ അങ്ങനെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോയിഡ് റേഞ്ച് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ബാക്കിയുള്ള അനബോളിക് സ്റ്റെറോയിഡ്സിനേക്കാളും വളരെയധികം റോയിഡ് റേഞ്ച് ഉള്ള ഒരു ഐറ്റം ആണ് ട്രെൻബലോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോർമൽ കാം ആയിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാൾ ട്രെൻഡ് യൂസ് ചെയ്യുന്ന അയാൾക്ക് ഉള്ള അഗ്രസീവ്നെസ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് അയാൾ ഒരു സൈക്കോ ആയി മാറാനുള്ള സിറ്റുവേഷൻസ് ചില ആളുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ട്രെൻഡിന്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ലീപ്പ് ഇഷ്യൂസ് കാണാറുണ്ട്, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന ഇഷ്യൂസ് കാണാറുണ്ട്, സ്വെറ്റിംഗ് അതുകൊണ്ട് ഒത്തിരി അധികം കൂടാറുണ്ട്, ഹങ്കർ നന്നായിട്ട് കൂടുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. സോ ഇതൊക്കെ ട്രെൻഡിന്റെ സൈഡ് എഫക്ട്സ് ആണ്. ഇനി എങ്ങനെ ട്രെൻഡിന്റെ ഒരു ബേസിക് സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ഞാനിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഡെമോ സൈക്കിൾ പറയുകയാണ്. ഇപ്പോൾ ട്രെൻഡും ടെസ്റ്റോസ്റ്ററോണും വെച്ചുള്ള സൈക്കിളാണെന്ന് വിചാരിക്കാം. ഒരു 100 mg to 350 mg ട്രെൻഡ്, അതുപോലെ തന്നെ ഒരു 200 mg to 500 mg ടെസ്റ്റോസ്റ്ററോണും വീക്കിലി യൂസ് ചെയ്യുന്ന ഒരു സൈക്കിൾ. ആ സൈക്കിളിനകത്ത് അതിന്റെ ഒരു ലെങ്ത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഡോസേജ്, അതായത് 100 mg ട്രെൻഡും അതുപോലെ തന്നെ 200 mg ടെസ്റ്റോസ്റ്ററോൺ ആണെന്നുണ്ടെങ്കിൽ 8 വീക്സ് വരെയൊക്കെ റൺ ചെയ്യാം. ഹയർ ഡോസേജിലേക്ക് പോയി കഴിഞ്ഞാൽ 6 വീക്സ് വരെയൊക്കെയാണ് മാക്സിമം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ ഇനി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെ ട്രെൻഡിന്റെ സൈക്കിൾ റൺ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ECT ചെയ്തിട്ട് ഒരു കാര്യമില്ല. ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ TRT ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ട്രെൻഡ് ഉപയോഗിച്ചുള്ള ഒരു സൈക്കിൾ ചെയ്യാൻ പാടുള്ളൂ. TRT ചെയ്താൽ പോലും ബേസ് ലൈനിലേക്ക് പിന്നെ ടെസ്റ്റോസ്റ്ററോൺ കൊണ്ടുവരാനായിട്ട് മിക്ക ആൾക്കാർക്കും പറ്റാറില്ല. അതുകൊണ്ട് ട്രെൻഡ് സൈക്കിൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അത് നിങ്ങൾ ഓൾറെഡി ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ട്രെൻഡിന്റെ സൈക്കിൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു സാധനമാണ് ഓൺ സൈക്കിൾ തെറാപ്പി. കൊളസ്ട്രോളിന്റെ സപ്പോർട്ട് വേണ്ടിയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഫിഷ് ഓയില്, കാർഡിനൈൻ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ ഓൾറെഡി പറഞ്ഞു BPD ഇഷ്യൂസ്. സോ BPD ഇഷ്യൂസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അതിൻ്റെതായ രീതിയിലുള്ള മെഡിസിൻസ് സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ കിഡ്നി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരും.
ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രെൻ യൂസ് ചെയ്യാൻ നേരത്തെ. ഇൻസോമാനിയ പോലുള്ള ഇഷ്യൂസ് ട്രെൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരാറുണ്ട്. ഉറക്കത്തിന്റെ പ്രശ്നം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്കും നൈറ്റ് ബിഫോർ ബെഡ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നന്നായിട്ട് കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം ഒരു 500 mg ഒക്കെ മഗ്നീഷ്യം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അരോമൈറ്റൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ആർമിഡെക്സ് ഒക്കെ പോലുള്ള സംഭവങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അളവനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഹെയർ ലോസ് വരുന്നുണ്ടെങ്കിൽ ആൻഡ്രോജനിക് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി അധികം ഓൺ സൈക്കിൾ തെറാപ്പി മെഡിസിൻസും അതുപോലെ തന്നെ PCT ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, TRTയും ചെയ്യേണ്ടി വരുന്ന കുറച്ച് സീരിയസ് കേസ് ആണ് ട്രെൻബലോൺ വെച്ചിട്ടുള്ള ബോഡി ബിൽഡിംഗ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രെൻബലോൺ എന്ന് പറയുന്ന ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചുമ്മാ ട്രെൻബലോൺ മാത്രമല്ല, ട്രെൻബലോൺ, ആൻഡ്രലോൺ, അതായത് ഡെക്ക, ഡ്യൂറാബോളിൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക. അതിന്റെ സൈഡ് എഫക്ട്സ് കുറച്ചുകൂടെ ലോങ് ടൈം സൈഡ് എഫക്ട്സ് ആണ്. സോ അതുകൊണ്ട് ഒരു സൈക്കിൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ നോക്കുക. അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാളുടെ അണ്ടറിൽ മാത്രം ചെയ്യുക. ഇല്ലാതെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അബ്യൂസ് ചെയ്യുകയായിരിക്കും. ഓൾമോസ്റ്റ് 99% ആൾക്കാർ അബ്യൂസ് ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. അതിപ്പോൾ നമ്മൾ അറിയത്തില്ല, കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. സോ എല്ലാവരും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. മാക്സിമം ആവശ്യമില്ലാത്ത ഇതുപോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനി ഇടുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മൾ ഈ വീഡിയോ ഒരു രീതിയിലുള്ള ഡ്രഗ്സിന്റെയും ഉപയോഗത്തിനെ പ്രൊമോട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല. അത് പറഞ്ഞുകൊണ്ട്